ആസ്പെയർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പെയർ ടു ഇൻസ്പയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യുന്നതാണ്. അതായത് എംപ്ലോയീസിനെ റൈറ്റ് പൊസിഷൻ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് നൽകുക, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നിവയാണ്. ഇന്ന് ഈ വിഷയം പ്രസൻറ്റ് ചെയ്യുന്നത് നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജർ കോസ്റ്റിംഗ് റോസ്മേരി ജോൺസൺ ആണ്. നമസ്കാരം. ഒരു ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അസറ്റ് ഐറ്റമാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ അസറ്റാണെന്ന് പറയാൻ കാരണം ഇത് ബിസിനസ്സിൻ്റെ ഗ്രോത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹ്യൂമൻ റിസോഴ്സസിനെ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അവരെ മാനേജ് ചെയ്യാനും എല്ലാ ബിസിനസ്സിലും ഒരു HR ടീമുണ്ട്. ഈ HR ടീമാണ് ഈ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതും ബിസിനസ്സിൻ്റെ ഗ്രോത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നതും. അതുകൊണ്ട് ഈ HR ടീം അവരുടെ പ്രോസസ്സ് സ്ട്രീംലൈൻ ചെയ്യുകയും എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും അതേപോലെ തന്നെ എംപ്ലോയി എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യും. അതായത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ബിസിനസ്സിന് ഒരു കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ എഫിഷ്യൻസി കൊണ്ടുവരേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് എംപ്ലോയീസിന് അവരുടെ കോർ ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിലൊരു സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാനും ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടീമിന് എഫിഷ്യൻ്റായിട്ട് എംപ്ലോയീസിനെ കൊണ്ടുവരികയാണെങ്കിൽ സാധിക്കും. അതേപോലെ തന്നെ എംപ്ലോയി എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യിക്കും. അതായത് ഈ എംപ്ലോയീസിനൊരു പേഴ്സണലായിട്ടൊരു അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ടൈംലി റെസ്പോൺസസ് കൊടുക്കുകയാണെങ്കിലൊക്കെ അവർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയും ഒരു എംപ്ലോയി ടേൺ ഓവർ റേഷ്യോ നമുക്ക് കുറച്ചുകൊണ്ട് വരാനും പറ്റും. ബിസിനസ്സിൽ നിന്നും പോകുന്ന എംപ്ലോയീസിൻ്റെ ആ ഒരു റേറ്റ് നമുക്ക് കുറച്ച് കൂടുതൽ ടാലൻ്റ് ഉള്ള എംപ്ലോയീസിനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ ഒരു HR ടീമിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ അവരുടെ ആ ഫങ്ഷനിൽ ആ ഒരു പ്രോസസ്സിൽ എഫിഷ്യൻസി കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ആ HR ടീമിന് ബിസിനസ് ഗ്രോത്തിന് ആവശ്യമായ ഈ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരാനും അതിൽ ഫോക്കസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു HRMൽ എഫിഷ്യൻസി കൊണ്ടുവരുന്നത് കൊണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിന് ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. അതായത് കൂടുതൽ ടോപ്പ് ടാലൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാനും അവരെ റീറ്റെയിൻ ചെയ്യാനും അവരെ ഡെവലപ്പ് ചെയ്യാനും ഉള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് HR ടീമിന് ഒരു എഫിഷ്യൻസി കൊണ്ടുവരുന്നതിലൂടെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ആക്ച്വലി ബിസിനസ് റെപ്യൂട്ടേഷനെയും ഇൻക്രീസ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കുറേ ഉണ്ട്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഇന്നെഫിഷ്യൻസീസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഈ HR ടീമിൻ്റെ ഇടയിലാണെങ്കിലും അതേപോലെ തന്നെ HR ടീമിന് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടാണെങ്കിലും ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഇല്ലാത്തത്, ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കാത്തത് പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സിലോട്ടും പല പ്രോബ്ലംസിലോട്ടും നയിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ എംപ്ലോയീസിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാത്തത്. ഈ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ അവിടെ ഒരു കോസ്റ്റ് അറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി ഈ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന ഒരു എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ എംപ്ലോയീസിന് സ്ട്രാറ്റജിക് ഫോക്കസ് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അവരുടെ കോർ ആക്ടിവിറ്റീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാനും സാധിച്ചില്ലെങ്കിൽ അവിടെ കൂടുതൽ കോസ്റ്റ് അറൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മാനേജ്മെൻറ്റിൽ ഇന്നെഫിഷ്യൻസീസ് മൂലമുണ്ടാകുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ഒരു പ്രോബ്ലമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള ഡിസിഷൻ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഓവറോൾ ഒരു ഓർഗനൈസേഷനെയാണ് ബാധിക്കുന്നത്. ഓർഗനൈസേഷൻ ഗ്രോത്തിനെ കൂട്ടാൻ സാധിക്കുന്ന ഒരു എലമെൻ്റാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ, കറക്റ്റ് പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവാൻ കാരണമാവില്ല.
അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു HR ടീമിന് അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുകയും അത് കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ പ്രോസസ്സിൽ വരുന്ന ഡ്യൂപ്ലിക്കേഷൻ, റിപ്പീറ്റേറ്റീവ് ടാസ്ക് ഒക്കെ ഒഴിവാക്കാനും കോസ്റ്റ് അവിടെ സേവ് ചെയ്യാനും ടൈം സേവ് ചെയ്യാനും എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രോസസ്സിലും വേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ്, അതായത് HR വരുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് എങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണം, അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഓൺ ബോർഡിങ്ങും എംപ്ലോയി മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഏതൊക്കെ എംപ്ലോയീസ് അതിന് റെസ്പോൺസിബിൾ ആണ് എന്നെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കി കൊണ്ടുവരാൻ പറ്റും. പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുവാണെങ്കിൽ ഓരോ എംപ്ലോയീസിൻ്റെയും അതേപോലെ തന്നെ HR ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുകയാണെങ്കിൽ എത്രത്തോളം പ്രൊഡക്ടിവിറ്റി എംപ്ലോയീസിൻ്റെ കൂട്ടിക്കൊണ്ട് ബിസിനസ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ HR ഡിപ്പാർട്ട്മെൻറ്റിന് ആക്ച്വലി എല്ലാ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടും ഒരു കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് ഈ HR ടീമാണ് വഹിക്കുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിനും അവർക്ക് ആവശ്യമായ ട്രെയിനിങ് ഉണ്ടെന്ന് എൻഷുർ വരുത്തേണ്ടത് HR ആണ്. അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിനും അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഉറപ്പ് വരുത്തേണ്ടത് HR ടീമിനാണ്. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ HR ടീം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഈ പ്രോസസ്സ് സിമ്പിളാക്കാനും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനും എന്തെങ്കിലും റിപ്പീറ്റേഷൻ, ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ SOPയിൽ കറക്റ്റായിട്ട് പെർഫോമൻസ് ഇവാലുവേഷൻ നടക്കുന്നത് കൊണ്ടും അവിടെ നമുക്ക് കണ്ടിന്യൂസ് മോണിറ്ററിങ് ചെയ്യാനും എംപ്ലോയീസിൻ്റെ ഇടയിൽ പ്രോബ്ലം അറൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കാനും സാധിക്കും. ഇങ്ങനെ ഒരു SOP ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബെനഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഓഫ് കോഴ്സ് ആ പ്രോസസ്സ് സ്ട്രീം ലൈൻ ചെയ്യുന്നു. അതേപോലെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഓവറോൾ എംപ്ലോയീസിൻ്റെ മാത്രമല്ല, എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നത് കൊണ്ട് ഓവറോൾ ബിസിനസ്സിൻ്റെയാണ് പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുന്നത്. അതേപോലെ എന്തെങ്കിലും എറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ ഈ SOP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ എംപ്ലോയി എക്സ്പീരിയൻസ്, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എംപ്ലോയീസിൻ്റെയും കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നത്. അപ്പം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് കൾച്ചർ, അവരെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് കൾച്ചർ ഈ SOP ഇംപ്ലിമെൻറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് സാധിക്കും. ഈ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒരു സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷനോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാണ്. അതായത് നമുക്ക് റിയൽ ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയാനും റിയൽ ടൈമിൽ ഈ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ കൊടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ HR ടെക്നോളജി, ഇന്നത്തെ കാലത്ത് കുറേ HR ടെക്നോളജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു HR ടെക്നോളജി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രമേ ഇന്നത്തെ ഈ കോമ്പറ്റീറ്റീവ് ബിസിനസ് വേൾഡിൽ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം SOP ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു HR ടീം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി വരുന്നത് വരെ താങ്ക് യു.